PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം മനുഷ്യാവകാശ കമ്മീഷനിലോട്ട് കടക്കുന്നതിന് മുൻപ് മനുഷ്യാവകാശ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമുക്ക് പറയണം. ഓക്കെ, ആദ്യം തന്നെ ലോക മനുഷ്യാവകാശ ദിനം എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. എന്താണ് ലോക മനുഷ്യാവകാശ ദിനം? ഡിസംബർ 10. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ലോക മനുഷ്യാവകാശ ദിനമായി ഡിസംബർ 10 ആചരിക്കുന്നത് എന്തുകൊണ്ടാണ്? 1948 ഡിസംബർ 10 ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHR പ്രഖ്യാപിക്കുന്നത്, ഐക്യരാഷ്ട്ര സംഘടന നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം ഐക്യരാഷ്ട്ര സംഘടന നടത്തിയത് 1948 ഡിസംബർ 10 അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, പക്ഷേ 1948 ഡിസംബർ 10 ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. എന്നാൽ ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1950 മുതലാണ്. 1950 മുതലാണ് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് എന്നാണ്? 1993 സെപ്റ്റംബർ 28. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു നിയമം അനുസരിച്ചാണ് 1993 സെപ്റ്റംബർ 28 വന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് രൂപം കൊള്ളുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊള്ളുന്നത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊള്ളുന്നത് ഈ ഒരു 1993 സെപ്റ്റംബർ 28 വന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1993 ഒക്ടോബർ 12. ഇത് രണ്ട് ചോദിക്കാറുണ്ട്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്താ? 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്താ? 1993 ഒക്ടോബർ 12. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കാവൽ നായ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്, സംരക്ഷകൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ളൊരു സ്ഥാപനമാണ്? ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണോ? ഇതൊരു അഡ്വൈസറി ബോഡിയാണോ? ഉപദേശക സമിതിയാണോ? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? ചോദിക്കാറുണ്ട്. ഇപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ചാൽ പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് നിലവിൽ വരുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയാം. ഇപ്പൊ നമുക്കറിയാം 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒരു നിയമം അനുസരിച്ച് വന്നതുകൊണ്ട് ഇതിനെ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയാം. അപ്പോൾ ഭരണഘടനാ സ്ഥാപനം എന്ന് പറയണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ഇന്ത്യൻ ഭരണഘടനയിൽ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിൽ പ്രതിപാദിച്ച് അതിനനുസരിച്ച് നിലവിൽ വന്നിട്ടുണ്ടെങ്കിലാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയാം? ഭരണഘടനാ സ്ഥാപനം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അതനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ അതെന്താണ്? ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഓരോന്നും. ഓക്കെ, PSC കുറിച്ച് ആർട്ടിക്കിൾ 315 പ്രതിപാദിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് കേരള PSC UPSC ഒക്കെ നിലവിൽ വരുന്നത്. സോ അതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിൽ അനുച്ഛേദത്തിൽ പ്രതിപാദിച്ച് അതനുസരിച്ച്
അനുസരിച്ച് ഫോം ചെയ്യുന്നതിനെ നമ്മൾ ഭരണഘടനാ സ്ഥാപനം എന്നും പാർലമെന്റിന്റെ ഏതെങ്കിലും നിയമം അനുസരിച്ച് വരുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നും പറയാം. അപ്പോൾ ഇവിടെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് പറയുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി മാത്രമല്ല, ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി കൂടിയാണ്. ക്വാസി ജുഡീഷ്യൽ ബോഡി കൂടിയാണ്. അർദ്ധ ജുഡീഷ്യൽ ബോഡി. ഓക്കെ, അർദ്ധ നീതിന്യായ ഒരു എന്താണ് ഇതുകൂടിയാണ്. ക്വാസി ജുഡീഷ്യൽ ബോഡി എന്നാണ് അതിനെ പറയുക. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ ക്വാസി ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ, ജുഡീഷ്യൽ എന്ന് പറയുമ്പോൾ നീതിന്യായം എന്നുള്ള ഒരു അർത്ഥമാണ് അല്ലേ. അതായത് നമുക്ക് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ചില കോടതികളുടെ അധികാരങ്ങൾ അത്യാവശ്യ സാഹചര്യങ്ങളിൽ കക്ഷികളെ വിളിച്ചു വരുത്താൻ, മൊഴിയെടുക്കാൻ, വിചാരണ ചെയ്യാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ ആർക്കുണ്ട്? ചില സാഹചര്യങ്ങളിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. അതുകൊണ്ടാണ് അവയെ നമുക്ക് പൂർണ്ണമായിട്ട് കോടതിയുടെ അധികാരങ്ങളല്ല, ചില സാഹചര്യങ്ങളിൽ കോടതിയുടെ അധികാരം ഉള്ളത് കൊണ്ടാണ് അതിനെ ക്വാസി ജുഡീഷ്യൽ അർദ്ധ നീതിന്യായം എന്ന് പറയുന്നത്. ക്വാസി കുറച്ച് അധികാരങ്ങൾ, സിവിൽ കോടതിയുടേതുപോലെ ചില അധികാരങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിനെ ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ളത് ഫരീദ് കോട്ടാണ് കേട്ടോ. ഫരീദ് കോട്ട് ഹൗസ് ആണ് നിലവിലെ ആസ്ഥാനം. ഫരീദ് കോട്ട് ഹൗസ്, കോപ്പർനിക്കസ് മാർഗ്, ന്യൂ ഡൽഹി. ഫരീദ് കോട്ട് ഹൗസ്, കോപ്പർനിക്കസ് മാർഗ്, ന്യൂ ഡൽഹി ആണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ആദ്യത്തെ ആസ്ഥാനങ്ങൾ അതും അങ്ങനെ നമുക്ക് PYQ ചോദിച്ചിട്ടുണ്ട്. അതായത് മുൻപ് ഏതിൻ്റെ ആസ്ഥാനമായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് മുൻപത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനങ്ങളായിരുന്നു. മാനവ് അധികാർ ഭവൻ, അതുപോലെ അതിന് മുൻപ് പട്ടേൽ ഭവൻ ആയിരുന്നു. ഓക്കെ, ആദ്യം പട്ടേൽ ഭവനായിരുന്നു, പിന്നീട് മാനവ് അധികാർ ഭവനായി. ഇപ്പൊ നിലവിൽ ഏതാണ് ആസ്ഥാനം? ഫരീദ് കോട്ട് ഹൗസ്, കോപ്പർനിക്കസ് മാർഗ്, ന്യൂഡൽഹി ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ആപ്തവാക്യം എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമാണ് സർവ ഭവന്തു സുഖിന. എന്താണ്? സർവ ഭവന്തു സുഖിന എന്ന് പറയുന്നതാണ് ആപ്തവാക്യം എന്ന് പറയുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഘടന എന്ന് പറയുന്നത് എങ്ങനെയാണ്? ടോട്ടലായിട്ട് എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 13 അംഗങ്ങളാണുള്ളത്. അതിൽ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ 6 പേര് സ്ഥിരം അംഗങ്ങളും 7 പേര് എങ്ങനെയുള്ളവരാണ്? എക്സ് ഓഫീഷ്യോ അംഗങ്ങളുമാണ്, അനൗദ്യോഗിക അംഗങ്ങളുമാണ്. ഓക്കെ, 6 പേര് സ്ഥിരം അംഗങ്ങളും 7 പേര് എക്സ് ഓഫീഷ്യോ അംഗങ്ങളും. അങ്ങനെ ടോട്ടലായിട്ട് എത്ര അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്? 13 അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്. അപ്പൊ ഇവിടെ 6 പേര് സ്ഥിര അംഗങ്ങൾ എന്ന് പറഞ്ഞു. അതിൽ ചെയർപേഴ്സൺ ഉൾപ്പെടും. ഓക്കെ, ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ്. അപ്പൊ 5 അംഗങ്ങളും ചെയർപേഴ്സണും കൂടെ ഉൾപ്പെടുന്നതാണ് 6 സ്ഥിര അംഗങ്ങൾ എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ 6 സ്ഥിരാംഗങ്ങൾ എന്ന് പറഞ്ഞു, ഇവരുടെ യോഗ്യത എന്തൊക്കെയായിരിക്കണം? 6 സ്ഥിരാംഗങ്ങളുടെ യോഗ്യത എന്തൊക്കെയായിരിക്കണം? ആദ്യം നമുക്ക് ഒരു ചെയർപേഴ്സൺ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ ചെയർപേഴ്സന്റെ യോഗ്യത എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ റിട്ടയർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർഡ് ചെയ്ത വ്യക്തി, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജായിട്ട് റിട്ടയർഡ് ചെയ്ത വ്യക്തി. റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജ്. ഓക്കെ, ഒന്നുകിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർഡ് ചെയ്ത വ്യക്തി, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ് ആയിട്ട് റിട്ടയർഡ് ചെയ്ത വ്യക്തിയായിരിക്കും ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ബാക്കി 5 അംഗങ്ങളുണ്ടല്ലേ. അപ്പൊ ബാക്കി 5 അംഗങ്ങളിൽ ഒരാൾ എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജി ആവാം, അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആവാം. മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള അംഗമാവാം. ഓക്കെ, സുപ്രീം കോടതി ജഡ്ജി ആവാം അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആവാം. രണ്ടാമത്
ഹൈക്കോടതി ജഡ്ജിയാവാം, ഹൈക്കോടതി ജഡ്ജിയാവാം, അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജിയാവാം. ഓക്കെ, ഇനി മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജിയാവാം. ദെൻ മൂന്നാമത് ബാക്കിയുള്ള അംഗങ്ങൾ, ഇപ്പൊ 2 പേരായി, ബാക്കി 3 അംഗങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് അറിവുള്ള വ്യക്തികളായിരിക്കണം. മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളായിരിക്കണം ബാക്കിയുള്ള 3 പേർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 പേര് ബാക്കിയുണ്ട് അല്ലെ, മനുഷ്യാവകാശവുമായി ബന്ധമുള്ള 3 പേര്. അതിൽ ഒരാൾ എന്ന് പറയുന്നത് വനിതയായിരിക്കണം എന്നുകൂടെ പറയുന്നുണ്ട്. ഒരാൾ എങ്ങനെയായിരിക്കണം? വനിതയായിരിക്കണം. അപ്പൊ ഇതാണ് 6 സ്ഥിരാംഗങ്ങളുടെ യോഗ്യത. ആദ്യം ചെയർപേഴ്സൺ. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് വിരമിച്ച ആള്, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജായിട്ട് വിരമിച്ചയാള്. ബാക്കി 5 പേരിൽ ഒരാള് സുപ്രീം കോടതി ജഡ്ജിയാവാം, അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയാവാം. രണ്ടാമത്തെ ആള് ഹൈക്കോടതി ജഡ്ജിയാവാം, അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജിയാവാം. മൂന്നാമത് എന്ന് പറയുന്നത് ബാക്കി 3 അംഗങ്ങൾ മനുഷ്യാവകാശങ്ങളുമായിട്ട് പ്രായോഗിക അറിവോ പരിചയമോ ഒക്കെയുള്ള ആളുകളായിരിക്കണം. അതിൽ ഒരാൾ നിർബന്ധമായും വനിതയായിരിക്കണം എന്നുകൂടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് 6 സ്ഥിര അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട് അല്ലേ. ഈ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ ഉൾപ്പെടുന്നത് ആര്, ഉൾപ്പെടാത്തത് ആരെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ എക്സ് ഒഫീഷ്യോ അംഗം. രണ്ടാമത് ദേശീയ പട്ടിക വർഗ കമ്മീഷൻ അധ്യക്ഷൻ. മൂന്നാമത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ. നാലാമത് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. അഞ്ചാമത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷൻ. ആറാമത് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ഏഴാമത് ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് അധ്യക്ഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ 7 പേരാണ്. ഓക്കെ, 6 സ്ഥിരാംഗങ്ങൾ ആരൊക്കെയാണ്, അവരുടെ യോഗ്യതകൾ പറഞ്ഞു. 7 എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ, ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ, അതുപോലെ ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണർ എന്നിവരാണ് 7 പേര് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരിക്കും, ഒരു CEO ഉണ്ടായിരിക്കും, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരിക്കും. അതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്രട്ടറി ജനറൽ ആയിരിക്കും, സെക്രട്ടറി ജനറൽ. ഓക്കെ, അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ CEO അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സെക്രട്ടറി ജനറൽ ആണ് എന്നുള്ളത് കൂടെ അറിഞ്ഞിരിക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സ്ഥിരാംഗങ്ങളുടെ കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 6 സ്ഥിരാംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്ഥിരാംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഓക്കെ, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇത് മുൻപ് 5 വർഷം ആയിരുന്നു. പിന്നെ ഇതിന് നമുക്ക് ഇതിന് ഭേദഗതി വന്നിട്ടുണ്ട് അല്ലെ, മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് മാറിയതാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് സ്ഥിരാംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി പരീക്ഷയ്ക്ക് ഇപ്പം ഇങ്ങനെ ചോദിക്കുകയാണ്, മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ കാലാവധിക്ക് ശേഷം പുനർനിയമനം ചെയ്യപ്പെടാൻ യോഗ്യരാണോ, റീ അപ്പോയിന്റ് ചെയ്യപ്പെടാൻ യോഗ്യരാണോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? യോഗ്യരാണ് എന്ന് പറയണം. ഓക്കെ, റീ അപ്പോയിൻമെന്റ് അല്ലെങ്കിൽ പുനർനിയമനം എന്ന് പറയുന്നത് യോഗ്യരാണ്. മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾക്ക് കാലാവധി കഴിഞ്ഞാലും എന്ത് ചെയ്യാം? പുനർനിയമനം നടത്താം എന്ന് പറയുന്നു. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിരുന്ന കാലാവധി കഴിഞ്ഞ ഒരാൾക്ക് മറ്റ് കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ ഒന്നിലും തന്നെ പിന്നീട് ഒരു പദവിയും വഹിക്കാനായിട്ട് പാടില്ല.
ഓക്കെ. മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ കാലാവധി കഴിഞ്ഞ് അവർക്ക് പുനർനിയമനമാവാം. വീണ്ടും കമ്മീഷനിലെ അംഗമാവുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അവർക്ക് കാലാവധി കഴിഞ്ഞതിന് ശേഷം വേറെ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ പിന്നീട് ഒരു പദവിയും വഹിക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ അംഗങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, ഈ അംഗങ്ങളെയെല്ലാം തിരഞ്ഞെടുക്കുന്നത് ഒരു സമിതിയാണ്, ഒരു 6 അംഗ സമിതിയാണ്. 6 അംഗ സമിതി ചേർന്നിട്ടാണ് ഈ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ആരൊക്കെയാണ് ഈ 6 അംഗ സമിതിയിലുള്ളത്? ആദ്യത്തെ ആള് പ്രധാനമന്ത്രി. അദ്ദേഹം ആയിരിക്കും ഈ 6 അംഗ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമന്ത്രിയുണ്ട്, അദ്ദേഹമാണ് 6 അംഗ സമിതിയുടെ അധ്യക്ഷൻ. രണ്ടാമത്തേത് ആരാണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രി. കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഉണ്ടായിരിക്കും. ദെൻ മൂന്നാമത് ലോക്സഭാ സ്പീക്കർ ഉണ്ടായിരിക്കും. ലോക്സഭാ സ്പീക്കർ. 4 ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്. ലോക്സഭ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും. 5 രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്. 6 രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ. ഇത്രയും പേരടങ്ങുന്ന 6 അംഗ സമിതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, അദ്ദേഹമാണ് സമിതിയുടെ അധ്യക്ഷൻ. ദെൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ എന്നിവർ ചേർന്നാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 6 അംഗ സമിതിയാണ്. എന്നാൽ ഇവരെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റ് ആയിരിക്കും. ഓക്കെ, രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് 6 അംഗ സമിതി, പ്രധാനമന്ത്രി അധ്യക്ഷനായ 6 അംഗ സമിതി തിരഞ്ഞെടുത്ത് രാഷ്ട്രപതിയാണ് അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെങ്കിൽ നീക്കം ചെയ്യുന്നത് ആര് തന്നെയായിരിക്കും? രാഷ്ട്രപതി തന്നെയാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഇനി ഇവരെ നീക്കം ചെയ്തതിന് എന്തെങ്കിലും കാരണം വേണം അല്ലെ? ഇപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് 1 ഇവരുടെ പെരുമാറ്റ ദൂഷ്യം, 2 കഴിവില്ലായ്മ. ഇവർ ചെയ്യേണ്ട ജോലിയിൽ ഇവർക്ക് കഴിവില്ലായ്മ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇവരെ നീക്കം ചെയ്യുക. പക്ഷേ നീക്കം ചെയ്യണമെങ്കിൽ, രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യണമെങ്കിൽ എന്തുണ്ട്? ഈ പറയുന്ന നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സുപ്രീം കോടതിയുടെ വിചാരണയ്ക്ക് ശേഷം റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇവരുടെ റിപ്പോർട്ട് ലഭിക്കണം. സുപ്രീം കോടതി ഇവരെ നീക്കം ചെയ്യാനായിട്ട് യോഗ്യരാണോ എന്നുള്ള രീതിയിൽ വിചാരണ നടത്തി സുപ്രീം കോടതിയുടെ റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമാണ് രാഷ്ട്രപതിക്ക് അംഗങ്ങളെ നീക്കം ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത് നമ്മൾ തന്നെ ആലോചിക്കാം. നമ്മൾ ഒരു ജോലിക്ക് പോവാണ്, നമ്മളെ നിയമിക്കുന്ന ആൾ ആരാണോ ആളുടെ കയ്യിലല്ലേ നമ്മൾ ജോലി വേണ്ടെന്ന് വെക്കുമ്പോൾ നമ്മൾ രാജിക്കത്ത് ആരുടെ കയ്യിൽ തന്നെയാണ് കൊടുക്കുക? നമ്മളെ ആരാണോ അവിടെ ജോലിക്ക് നിയമിച്ചത് ആളുടെ കയ്യിൽ തന്നെയാണ് കൊടുക്കുക അല്ലെ? അപ്പൊ നിയമിക്കുന്നത് ഇവിടെ ആരാ? രാഷ്ട്രപതി. അപ്പൊ പിന്നെ ആരുടെ കയ്യിലാണ് നമ്മൾ രാജിക്കത്ത് കൊടുക്കുന്നത്? രാഷ്ട്രപതിയുടെ കയ്യിലായിരിക്കും അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എല്ലാവരും തെറ്റിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളെ ആരാണോ ജോലിക്ക് നിയമിക്കുന്നത് ആളുടെ കയ്യിലായിരിക്കും നമ്മൾ രാജിക്കത്ത് കൊടുക്കുക അല്ലെ? അപ്പൊ നിയമിക്കുന്നത് രാഷ്ട്രപതി, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി, രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. ഓക്കെ, ഇനി ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവര് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കണം അല്ലെ? വാർഷിക റിപ്പോർട്ട്. ഈ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാ? അത് രാഷ്ട്രപതിക്കാണെന്ന് പറയരുത്, അത് കേന്ദ്ര ഗവൺമെന്റിനാണ്. നമ്മൾ എല്ലായ്പ്പോഴും, നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പഠിക്കാനായിട്ട് വരും. അപ്പോൾ എല്ലായ്പ്പോഴും നിങ്ങൾ ഓർത്തോളൂ, ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്ന് പറയുന്നത് ദേശീയം ആണെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റിനും, സംസ്ഥാനമാണെങ്കിൽ അത് സംസ്ഥാന ഗവൺമെന്റിനും ആയിരിക്കും. എല്ലായിടത്തും നമ്മൾ ഇനി കുറേ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആവശ്യമുള്ളതാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എപ്പോഴും അതത് ഗവൺമെന്റിനായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അവരുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ,
ഇനി നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് പഠിക്കാം. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ ചോദിച്ചാലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ ചോദിച്ചാലും ഈക്വൽ തന്നെയാണ്. രണ്ടും ഒരേ ചുമതലകൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി ആ സംസ്ഥാനം പറയുമ്പോൾ ആ ചുമതലകൾ പറയില്ല, ഇവിടെ പറയുമ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത്, അത് ദേശീയമായിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ, എന്തൊക്കെയാണ് ചുമതലകൾ? ഒന്ന്, മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളിൽ സമൂഹത്തിൽ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. സമൂഹത്തിൽ, കേട്ടോ, സമൂഹത്തിൽ ഒരു ധാരണ, മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളിൽ സമൂഹത്തിൽ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ബോധവൽക്കരണം, മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുക എന്ന് പറയുന്നത് ഇവരുടെ ചുമതലയാണ്. അതുപോലെ തന്നെ മനുഷ്യാവകാശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ ഗവേഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഗവേഷണങ്ങൾ, മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക. അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ, അതായത് മനുഷ്യാവകാശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുള്ള നിർദ്ദേശങ്ങൾ ആർക്ക് നൽകുക? സർക്കാരിന് നൽകുക. മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകുക. അതുപോലെ മനുഷ്യാവകാശ സംബന്ധമായ കിട്ടുന്ന പരാതികളിന്മേൽ അന്വേഷണം നടത്തുക. ഇതെല്ലാം മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ കാര്യമാണ് ഇവിടെ എല്ലാം പറയുന്നത് കേട്ടോ. അപ്പം മനുഷ്യാവകാശ സംബന്ധമായി വല്ല പരാതിയും ലഭിച്ചാൽ അതിന്മേൽ അന്വേഷണം നടത്തുക. അതുപോലെ തന്നെ ഈ ജയിലിലൊക്കെ കിടക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, അപ്പൊ അവർക്കും എന്താണ്, അവർക്കും ഇങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്, അവരും മനുഷ്യരാണ്. സോ ജയിലിൽ കിടക്കുന്ന തടവുകാരുടെ ജീവിതത്തെ കുറിച്ചൊക്കെ പഠിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ശുപാർശ ആർക്ക് നൽകുക? സർക്കാരിന് നൽകുക എന്നുള്ളതും അവരുടെ ചുമതലയാണ്. അതുപോലെ തന്നെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയിൽ ഒരുപാട് വകുപ്പുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള വകുപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ വകുപ്പുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ട് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക. ഇതെല്ലാം ആരുടെ ചുമതലയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെയും ചുമതലയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളിൽ സമൂഹത്തിൽ ഒരു ധാരണയുണ്ടാക്കിയെടുക്കുക, മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക, മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകുക, മനുഷ്യാവകാശ സംബന്ധമായ എന്തെങ്കിലും പരാതികൾ ലഭിച്ചാൽ അതിനുമേൽ അന്വേഷണം നടത്തുക, ജയിലിൽ കിടക്കുന്ന തടവുകാരുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ച് ശുപാർശ സർക്കാരിന് നൽകുക, മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലുള്ള വകുപ്പുകൾ മനസ്സിലാക്കി അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാനുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകുക. ഇതെല്ലാം മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, മനുഷ്യാവകാശ സംബന്ധമായി ലഭിക്കുന്ന പരാതികളിന്മേൽ അന്വേഷണം നടത്തണം അല്ലെ. അപ്പൊ അന്വേഷണം നടത്തണമെങ്കിൽ ആര് വേണം? ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വേണം അല്ലെ. അപ്പൊ അന്വേഷണം നടത്താനായിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വേണം. അദ്ദേഹത്തിന്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു DGPയുടെ റാങ്കിന് തുല്യമായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് DGP റാങ്കിലുള്ള ഒരാളായിരിക്കണം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇവർ അന്വേഷണം നടത്തുന്നത് ഒരു വർഷത്തിന് മുൻപ് വരെയുള്ള പരാതികളിലാണ്. ഇപ്പം നമ്മൾ ഒരു വർഷത്തിന് മുൻപുള്ളതല്ലാതെ ഒരു 10-20 കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ 5-6 കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങൾക്കോ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ അന്വേഷണം നടത്തില്ല. നമ്മൾ പരാതി കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു വർഷം മുൻപുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ അന്വേഷണം നടത്തത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഇനി നമുക്ക് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അധ്യക്ഷന്മാരെ കുറിച്ചാണ് നോക്കേണ്ടത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ, PSCയുടെ സ്ഥിരം ചോദ്യമാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ അധ്യക്ഷനാരാ? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ അധ്യക്ഷൻ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗം ആയ ആദ്യത്തെ വനിത ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ വനിത. ഓക്കെ, അപ്പൊ ഫാത്തിമ ബീവി ഈയിടെ അന്തരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫാത്തിമ ബീവിയുടെ ജീവചരിത്രം അറിയപ്പെടുന്ന പേരെങ്ങനെയാ? നീതിയുടെ ധീരസഞ്ചാരം. ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. നീതിയുടെ ധീരസഞ്ചാരം എന്ന് പറയുന്നത് ഫാത്തിമ ബീവിയുടെ ജീവചരിത്രമാണ്. എഴുതിയത് KT അഷറഫ് ആണ്. KT അഷറഫ് എഴുതിയ നീതിയുടെ ധീരസഞ്ചാരം എന്ന് പറയുന്നത് ഫാത്തിമ ബീവിയുടെ ജീവചരിത്രമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ വനിതയാണ് ഫാത്തിമ ബീവി എന്നത് അറിഞ്ഞിരിക്കുക. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അധ്യക്ഷനായ ആദ്യത്തെ മലയാളി ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അധ്യക്ഷനായ ആദ്യത്തെ മലയാളി KG ബാലകൃഷ്ണൻ. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാ. KG ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അധ്യക്ഷനായ ആദ്യത്തെ മലയാളി. അദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷനായിരുന്നതും. ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷനായിരുന്നതും ആര് തന്നെയാണ്? KG ബാലകൃഷ്ണൻ തന്നെയാണ്. ഇനി ചെയർപേഴ്സൺ ഇല്ലാത്ത സമയത്ത് ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടിരിക്കാൻ ഒരാളുണ്ടാകും അല്ലേ? അപ്പം അങ്ങനെ ചെയർപേഴ്സൺ ഇല്ലാത്ത സമയത്ത് ആക്ടിംഗ് ചെയർപേഴ്സണായിരുന്ന ഒരു മലയാളിയുണ്ട്. ആക്ടിംഗ് ചെയർപേഴ്സണായിരുന്ന മലയാളി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിറിയക് ജോസഫ് ആണ്. സിറിയക് ജോസഫ് ആണ്. ഓക്കെ, അപ്പോൾ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിരുന്ന, നമുക്ക് ചെയർപേഴ്സൺ ഇല്ലാത്ത സമയത്ത് ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടുണ്ടായിരുന്ന മലയാളിയായിരുന്നു സിറിയക് ജോസഫ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, ദേശീയ തലത്തിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയുണ്ട്. അതിൻ്റെ പേരാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി, PUCL എന്നാണത്. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സംഘടന ചോദിച്ചാൽ അത് PUCL ആണ്. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി ആണ് ഇന്ത്യയിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സംഘടന. ഇത് സ്ഥാപിച്ചത് ആരാണ്? ജയപ്രകാശ് നാരായൺ ആണ് കേട്ടോ. ജയപ്രകാശ് നാരായൺ ആണ് ഇത് സ്ഥാപിക്കുന്നത് 1976. 1976 എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നമ്മൾ പറഞ്ഞില്ലേ, ആ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എത്ര അധ്യായങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നോളൂ. എത്ര ചാപ്റ്റേഴ്സ് ആണ്? 8 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. അധ്യായങ്ങൾ, മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങൾ 8 അധ്യായങ്ങളാണ് ഉണ്ടായിരുന്നത്. അധ്യായം 1 എന്ന് പറയുന്നത് പ്രാരംഭികം. അധ്യായം 1 പ്രാരംഭികം. അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അധ്യായം 2 ആണ്. അധ്യായം 2. ഇനി അധ്യായം 3 പറയുന്നത് കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളുമാണ്. കമ്മീഷന്റെ ചുമതലകളെയും അധികാരങ്ങളെയും കുറിച്ച് പറയുന്നത് അധ്യായം 3 അധ്യായം 4 പറയുന്നത് നടപടിക്രമങ്ങളെ കുറിച്ചാണ്. നടപടിക്രമങ്ങളെ കുറിച്ച് പറയുന്നതാണ് അധ്യായം 4 എന്ന് പറയുന്നത്. ദെൻ അധ്യായം 5. അധ്യായം 5 പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നമ്മളിപ്പോൾ പഠിക്കും. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമാണ് അധ്യായം 5. ഇതിൽ അധ്യായം 6 എന്ന് പറയുന്നത് മനുഷ്യാവകാശ കോടതികളെ കുറിച്ചാണ് പറയുന്നത്. 6 എന്താണ്? മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പറയുന്നു. അധ്യായം 7 പറയുന്നത് ധനകാര്യവും അക്കൗണ്ടിങ്ങും ഓഡിറ്റിനെയും കുറിച്ച് പറയുന്നു. ധനകാര്യവും അക്കൗണ്ടിങ്ങും ഓഡിറ്റിനെയും കുറിച്ച് പറയുന്നതാണ് 7. അധ്യായം 8 എന്ന് പറയുന്നത് പലവക, മിസലേനിയസ് എന്ന് പറയുന്ന പലവകയാണ് അധ്യായം 8. അപ്പോൾ അധ്യായം 1 പ്രാരംഭികം, അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അധ്യായം 3 ചുമതലകൾ അധികാരം, അധ്യായം 4 നടപടിക്രമം, അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, അധ്യായം 6 മനുഷ്യാവകാശ കോടതികൾ,
അധ്യായം 7 ധനകാര്യവും അക്കൗണ്ടിങ്ങും ഓഡിറ്റും, അധ്യായം 8 പലവക. ഇതാണ് 8 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അധ്യായം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവയാണ്. ഓക്കെ, അപ്പോൾ 8 അധ്യായങ്ങളും കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം. അപ്പൊ നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞു കാണും. PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പേരിലുള്ള നമ്മുടെ സ്വന്തം ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പോ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ബുക്ക് എന്ന് പറയുന്നത് PSCയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ബുക്ക് ആണ്. നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് PSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് കണ്ടെത്തുന്നതാണ് ഹോട്ട് ടോപ്പിക്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള 136ഓളം ഹോട്ട് ടോപ്പിക്സ് അടങ്ങുന്ന ബുക്കാണ് നമ്മുടെ ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെറും 199 രൂപയ്ക്കാണ്. കുറെ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 199 രൂപയ്ക്കാണ് നമ്മൾ ഈ 136ഓളം ഹോട്ട് ടോപ്പിക്സ് വരുന്ന ബുക്ക് കൊടുക്കുന്നത്. അപ്പൊ ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും വായിച്ചു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഓഡിയോ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, കേട്ടു പഠിക്കാവുന്നതാണ്. ജോലി തിരക്കുകൾക്കിടയിലോ ബസ് യാത്രക്കിടയിലോ ഡ്രൈവിങ്ങിനിടയിലോ ഒക്കെ നിങ്ങൾക്ക് കേട്ടു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ 199 രൂപയുള്ളൂ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആപ്പിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിന്റെ നമ്പർ ആണ്. അപ്പൊ ഇതിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഈ 199 രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും പിന്നീട് ഇനി നടക്കുന്ന പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 136 എന്നുള്ള നമ്പേഴ്സ് കൂടും. ഓക്കെ, ഹോട്ട് ടോപ്പിക്സ് ഇനി വീണ്ടും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് പുതിയതായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ഓൺ ആവും. നിങ്ങൾക്ക് അതിൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ കുറെ പേര് iOS അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ആൻഡ്രോയിഡിൽ മാത്രമേ ഉള്ളൂ. iOS എന്നുള്ളത് നിലവിൽ വർക്കിങ്ങിലാണ് കേട്ടോ. അപ്പൊ അത് ഉടനെ തന്നെ അപ്ഡേറ്റ് ആവും, അത് നിങ്ങളെ അറിയിക്കാം. പിന്നെ നമ്മുടെ ആപ്പില് എല്ലാ സൺഡേ, ഓക്കെ, എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ നിന്നുള്ള ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ സൺഡേസും നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വീക്ക് 1 വീക്ക് 2 എന്ന് പറഞ്ഞിട്ട് അവിടെ ടെസ്റ്റ് കിടപ്പുണ്ടാവും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഒരു പരീക്ഷ പോലെ ക്വിസിൽ തെറ്റിയ സാധനങ്ങൾ ശരിയായിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റിയത് ഏതാണെന്നുള്ളത് അറിയാനുള്ളതും നമ്മൾ വർക്കിങ്ങിലാണ്. അതും ഉടനെ തന്നെ അപ്ഡേറ്റ് ആകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ തെറ്റിച്ച ചോദ്യം ഏതാണ്, അതിന്റെ ശരിയുത്തരം എന്താണെന്നുള്ളതും കൂടെ അറിയാനുള്ള ഓപ്ഷനും കൂടെ ഉടനെ തന്നെ വരുന്നതാണ്. ഓക്കെ അല്ലേ? കുറെ പേര് നമുക്ക് എൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറഞ്ഞത്. വേറെ ഫോണിൽ നിന്ന് ക്യാഷ് അടയ്ക്കാൻ പറ്റും കേട്ടോ, അതർ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പൊ എങ്ങനെയാണ് അത് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ അല്ലേ? SCRT ടെക്സ്റ്റ് അടുത്തത് നമ്മുടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ന്യൂ SCRT ആണ് കേട്ടോ. ന്യൂ SCRT കറണ്ട് അഫയേഴ്സും ആണ്. അപ്പൊ അതിൽ ന്യൂ SCRTയുടെ പുസ്തകം നമ്മൾ കമ്മിങ് സൂൺ എന്ന് ഇട്ടിട്ടുണ്ട്. ഓൺ വർക്കിങ്ങിലാണ്. അപ്പൊ എന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ ന്യൂ SCRTയുടെ പണിയൊക്കെ നടക്കുന്നത്. കുറച്ച് വൈകിയാലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്ന് പറയുന്നത് പോലെ കുറച്ച് വൈകിയാലും നിങ്ങൾക്ക് നല്ല കണ്ടന്റ് നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ്. 5 മുതൽ 10 വരെയുള്ള ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഒരുമിച്ചുള്ള ഒരു ബുക്കായിരിക്കും. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇതേപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും നമ്മൾ നൽകുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. കുറച്ച് വൈകിയാലും നല്ല വൈകത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇറക്കും. അപ്പൊ എന്തായാലും ഇറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുക്കായിരിക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടുക കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ. ഓക്കെ, നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സും കണ്ടന്റും എന്നുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ബുക്കായിരിക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ അല്ലേ? അപ്പൊ പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവരെ ഹോട്ട് ടോപ്പിക്സിന്റെ ബുക്ക് പർച്ചേസ് ചെയ്തോളൂ. 199 രൂപയ്ക്ക് തീർച്ചയായിട്ടും വർത്ത് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളവര് നിങ്ങളുടെ കമന്റ്സ് കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പറയുന്ന ക്ലാസിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ പുതുതായിട്ട് വരുന്നവർക്ക് ഈ അഭിപ്രായങ്ങളൊക്കെ നോക്കി റിവ്യൂസ് ഒക്കെ, അതുപോലെ പ്ലേ സ്റ്റോറിൽ റിവ്യൂസ് ഇടുക. അപ്പൊ നിങ്ങൾക്ക് ആ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്
98 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എപ്പോഴാണ്? 1998 ഡിസംബർ 11-നാണ്. 1998 ഡിസംബർ 11-നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 അംഗങ്ങളാണ് ഉള്ളത്. ഓക്കെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ 3 അംഗങ്ങളാണുള്ളത്. ഒരു ചെയർമാനും ബാക്കി 2 അംഗങ്ങളും. ചെയർമാനും ബാക്കി അംഗങ്ങളും ഉൾപ്പെടെയാണ് 3 അംഗങ്ങൾ. അപ്പോൾ ഈ 3 അംഗങ്ങൾ അവരുടെ യോഗ്യത എന്താണ്? ആദ്യം നമുക്ക് ചെയർപേഴ്സന്റെ യോഗ്യത. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരായിരിക്കണം? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജായിട്ട് റിട്ടയർഡ് ചെയ്ത വ്യക്തിയായിരിക്കണം. അപ്പോൾ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർഡ് ചെയ്തത് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിട്ട് റിട്ടയർഡ് ചെയ്ത വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇനി ബാക്കി 2 അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരാൾ ഹൈക്കോടതി ജഡ്ജി ആയിട്ട് നിലവിലുള്ള വ്യക്തിയോ അല്ലെങ്കിൽ റിട്ടയർഡ് ചെയ്തിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിയോ ആവാം. ഹൈക്കോടതി ജഡ്ജിയായിട്ട് നിലവിലുള്ള വ്യക്തിയോ അല്ലെങ്കിൽ റിട്ടയർഡ് ചെയ്ത ഹൈക്കോടതി ജഡ്ജി ആവാം. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് അറിവുള്ള വ്യക്തി ആയിരിക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരു അംഗവും മനുഷ്യാവകാശങ്ങളെ കുറിച്ച് അറിവുള്ള ഒരു അംഗവും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ 3 അംഗങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു. ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉണ്ടായിരുന്നതുപോലെ ഒരു സമിതിയുണ്ട്. അപ്പൊ ആരൊക്കെയാണ് ഇവിടെ സമിതിയിലുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും. നമ്മൾ അവിടെ പറഞ്ഞു പ്രധാനമന്ത്രി അവിടെ അധ്യക്ഷനാന്ന് പറഞ്ഞു. ഇവിടെ സമിതിയിലെ അംഗം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആയിരിക്കും ഇവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. സമിതിയിലെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി ആയിരിക്കും. 2 സംസ്ഥാനത്തെ ആഭ്യന്തര മന്ത്രി ഉണ്ടായിരിക്കും. ദെൻ മൂന്നാമതായിട്ട് സംസ്ഥാന നിയമസഭാ സ്പീക്കർ ഉണ്ടായിരിക്കും. ദെൻ സംസ്ഥാന നിയമസഭാ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും. ഇവരാണ് പ്രധാനമായിട്ടും സമിതിയിലെ അംഗങ്ങൾ. 4 അംഗ സമിതിയാണ്. ആരൊക്കെയാണ് വരുന്നത്? മുഖ്യമന്ത്രി അധ്യക്ഷനുണ്ടായിരിക്കും, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭാ സ്പീക്കർ, നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന സമിതിയാണ് ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഈ സമിതിയാണ്. നിയമിക്കുന്നത് ആരാ? നിയമിക്കുന്നത് എന്ന് പറയുന്നത് ഗവർണറാണ് നിയമിക്കുന്നത്. സംസ്ഥാനം അല്ലേ, അപ്പൊ നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു നിയമിച്ചത് ആരാണോ ആളുടെ കയ്യിലേ നമ്മൾ രാജിക്കത്ത് കൊടുക്കൂ അല്ലെ. അപ്പൊ നിയമിച്ചത് ഗവർണറാണ്. സോ നമ്മൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? ഗവർണർക്ക് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഇവരുടെ വാർഷിക റിപ്പോർട്ടുണ്ട്. ഈ വാർഷിക റിപ്പോർട്ട് ഇവർ സമർപ്പിക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ സംസ്ഥാന മന്ത്രിസഭയ്ക്കാണ് കേട്ടോ. സംസ്ഥാന മന്ത്രിസഭയ്ക്കാണ് ഇവര് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സംസ്ഥാന മന്ത്രിസഭയ്ക്കാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ഇനി അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു അവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കും. ആള് DGPയുടെ റാങ്കിലുള്ള ആളായിരിക്കണം. ഇവിടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലും എന്തുണ്ടായിരിക്കും? ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കും. അദ്ദേഹം IG-യുടെ റാങ്കിലുള്ള ആളായിരിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ IG-യുടെ റാങ്കിലുള്ള ആളായിരിക്കണം എന്നത് ഓർത്തിരിക്കുക. ഇനി ആദ്യത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ആദ്യത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ MM പരീത് പിള്ളയാണ് ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ആസ്ഥാനം എവിടെയാ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. തിരുവനന്തപുരം. ഓക്കെ, ഇനി ഈ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ
അംഗങ്ങൾ എന്ന് പറയുന്നത് റീഅപ്പോയിന്റ് ചെയ്യപ്പെടാൻ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പുനർനിയമനം നടത്താൻ യോഗ്യരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, യോഗ്യരാണ്, പുനർനിയമനം നടത്താനായിട്ട് യോഗ്യരാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന മറ്റു സർവീസുകളിൽ തുടരാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, മറ്റു പദവികൾ വഹിക്കാൻ കഴിയില്ല, പക്ഷെ പുനർനിയമനത്തിന് അവർ യോഗ്യരാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി 2019 എന്ന് പറയുന്നത് അതിൻ്റെ വർഷവും ഡേറ്റൊക്കെ നമുക്കൊന്ന് പഠിക്കണം. അപ്പോൾ ഇത് ലോക്സഭയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് അമിത് ഷായാണ് അവതരിപ്പിക്കുന്നത്. ഇത് ലോക്സഭ പാസാക്കിയത് എന്നാണ്. ലോക്സഭ പാസാക്കുന്നത് 2019 ജൂലൈ 19 2019 ജൂലൈ 19 ലോക്സഭ പാസാക്കി. രാജ്യസഭ പാസാക്കുന്നത് 2019 ജൂലൈ 22. രാജ്യസഭ പാസാക്കുന്നത് 2019 ജൂലൈ 22. രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നത് എപ്പോഴാണ്? പ്രസിഡന്റ് ഒപ്പുവെച്ചത് എപ്പോഴാണ്? 2019 ജൂലൈ 27. ദെൻ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 2019 ഓഗസ്റ്റ് 2. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമം 2019 ലോക്സഭയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് അമിത്ഷാ. ലോക്സഭയിൽ അവതരിപ്പിച്ചത് എപ്പോഴാണ്, അല്ലെങ്കിൽ ലോക്സഭ പാസാക്കിയത് എപ്പോഴാണ്? 2019 ജൂലൈ 19. രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 22. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജൂലൈ 27. നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 2 എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ. നമ്മൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പറഞ്ഞു, അതിൻ്റെ ഭേദഗതി പറഞ്ഞു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പറഞ്ഞു. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. ഇതിൻ്റെ നോട്ട്സ് ഒക്കെ നമ്മൾ ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത് തരുന്നതാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ക്ലാസ്സുമായിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചെറിയ മൂക്കടപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വോയിസിന് ചെറിയ സ്ട്രെയിൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്